നമസ്കാരമുണ്ട്. കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി വൈകുന്നേരം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് പ്രമുഖ വ്യവസായി VP മുഹമ്മദ് അലി അഥവാ JNH മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട്, ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട്, അഥവാ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18-ൽ വന്ന ഒരു വീഡിയോ സഹിതമുള്ള വാർത്ത വളരെ വേദനാജനകമായി പോയി. ന്യൂസ് 18 പോലുള്ള അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതോ ആയ ഒരു ചാനൽ ഇത്രയും വികൃതമായ ഒരു വാർത്ത കൊടുക്കാൻ പാടില്ലായിരുന്നു. പാലക്കാട് വ്യവസായിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക ദൃശ്യങ്ങളും ഓഡിയോ സംഭാഷണവുമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കൊട്ടേഷൻ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വ്യവസായി മുഹമ്മദ് ഉള്ളപ്പോഴത്തെ ദൃശ്യങ്ങളാണിത്. പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സംഭാഷണങ്ങളും ന്യൂസ് 18 ലഭിച്ചു. തട്ടിക്കൊണ്ടുപോകലിന് കൊട്ടേഷൻ നൽകിയത് ഉന്നത രാഷ്ട്രീയ നേതാവെന്നാണ് സൂചന. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നും വിവരമുണ്ട്. കൊട്ടേഷൻ ഏറ്റെടുത്തത് കർണാടക കേന്ദ്രീകരിച്ചുള്ള മലയാളികളടങ്ങുന്ന ഗുണ്ടാ സംഘമാണ്. എനിക്ക് ബലമായ സംശയമുണ്ട്, ഈ വീഡിയോ അവർക്ക് ലഭ്യമായത് കൊട്ടേഷൻ സംഘത്തിന്റെ കരങ്ങളിൽ നിന്ന് മാത്രമാണ്. കൊട്ടേഷൻ സംഘത്തിൽ നിന്നും വലിയ ഒരു പാരിതോഷികം സ്വീകരിച്ചായിരിക്കണം അവർ ഈ വാർത്ത ഏകപക്ഷീയമായി ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. അതിൽ പറയുന്നു, ആരെയും കൊട്ടേഷൻ സംഘമോ കൊള്ളക്കാരോ തട്ടിക്കൊണ്ടുപോയി തോക്ക് ഈ ഭാഗങ്ങളിൽ കുത്തിക്കയറ്റി ചോരയിൽ കുളിപ്പിച്ച ഒരു മനുഷ്യനെ നിന്നെ ഇതാ കൊല്ലാൻ പോകുന്നു എന്ന് കത്തിയും വാളും കാണിച്ച് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഒരു മനുഷ്യനോട് പറയുകയാണ്, എഴുതിയ സ്ക്രിപ്റ്റ് 70 കോടി ഞാൻ ഇയാൾക്ക് കൊടുക്കാനുണ്ട്, ഉടനെ അയച്ചു നൽകുക മകനെ എന്ന് അദ്ദേഹത്തിന്റെ മൂത്ത മകനോട് പറയുന്നതായിട്ടുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി വായിപ്പിച്ച ഒരു വീഡിയോ. അത് ഇരയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ന്യൂസ് 18 എഡിറ്റോറിയൽ ബോർഡ് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. അവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി വേണമെങ്കിൽ സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറായിക്കൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സുപ്രീം കോടതി അഭിഭാഷകനെ തന്നെയാണ് VP മുഹമ്മദ് അലി ഏൽപ്പിച്ചത്. ഓൾറെഡി ന്യൂസ് 18 സാരഥികൾക്ക് അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിന് വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഏതാണ്ട് 100 കോടി നഷ്ടപരിഹാരം എന്നാണ് ആവശ്യപ്പെട്ടതെന്നാണ് എനിക്ക് VP മുഹമ്മദ് അലിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. നമ്മളെല്ലാം, ഞാനും ഒരു അക്രഡിറ്റഡ് പത്രക്കാരൻ തന്നെയായിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു. ഒരു പത്രധർമ്മത്തിന് 1% മൂല്യം കൽപ്പിക്കാതെ ഇത്തരം വാർത്തകൾ, ഈ വാർത്ത വായിക്കുമ്പോൾ കോടികൾ പോക്കറ്റിലാക്കി പാരിതോഷികം വാങ്ങി പ്രസിദ്ധീകരിച്ചതുപോലെ തോന്നുന്നു. ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ മുഹമ്മദ് അലി ഒരു 70 കോടി മറ്റാർക്കോ നൽകാനുണ്ട് എന്ന് വ്യാജമായി ചിത്രീകരിച്ച ഒരു വീഡിയോ, ഇരയുടെ ഭാഗത്തെ പരാമർശിക്കാതെ വളരെ തോന്നിവാസമാണ്. ന്യൂസ് 18 എഡിറ്റർ ലല്ലു, താങ്കളെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു, താങ്കളിത് തിരുത്താനും തയ്യാറായിട്ടില്ല, അതുകൊണ്ട് നിയമ നടപടിക്ക് തന്നെ തയ്യാറാകുക. ഇത്തരം മാധ്യമ മേഖലയിലെ നപുംസകങ്ങളെ ഒറ്റപ്പെടുത്താനായി മാധ്യമ സ്നേഹികളും ശ്രോതാക്കളും തയ്യാറെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വാർത്ത വ്യാജമാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ആ വീഡിയോ കൊള്ളക്കാരുടെ കയ്യിൽ നിന്നും മാത്രം പുറത്തു പോയതാണ്. ഏത് കൊള്ളക്കാരൻ, ആരിൽ നിന്നാണ് ന്യൂസ് 18 കിട്ടിയത് എന്ന് ന്യൂസ് 18 പോലീസിനോട് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു.